തിരികെ ചർച്ചയിലേക്ക് ശ്രീ കെ ജയപ്രസാദ്. ഇവിടെ BJP ഷിൻഡെ സഖ്യത്തിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായ സ്വാധീനം ആണ് ഇവരെ തുണച്ചത് എന്നുള്ളതിൽ ഉപരി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടാം? നേരത്തെ പറയുകയുണ്ടായി കോൺഗ്രസിന്റെ അങ്ങനെ മുതിർന്ന ദേശീയ നേതാക്കളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊന്നും ഇറങ്ങാറില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇവർ പല സംസ്ഥാനങ്ങളിലും അയക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ പരാജയത്തിന് ന്യായീകരണം കണ്ടെത്തുന്നതിന് പകരം പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആത്മവിമർശനം നടത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ശ്രീ നിയാസ് പറഞ്ഞ പല കാര്യങ്ങളും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. കാരണം വളരെയധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല സർക്കാരുകൾ, ഏതാണ്ട് 100ഓളം സർക്കാരുകളെ പിരിച്ചുവിട്ട ചരിത്രം കോൺഗ്രസിനുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 50ഓളം സംസ്ഥാനങ്ങളിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് DMK സർക്കാരിനെ, കരുണാനിധിയുടെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടുണ്ട്. AIDMK, അതുപോലെ തെലുങ്ക് ദേശത്തിൻ്റെ സർക്കാരിനെ, NT രാമറാവിൻ്റെ സർക്കാർ തുടങ്ങിയിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏതാണ്ട് 3/4 ഡസൻ സ്റ്റേറ്റുകളെ ഒരു ദിവസം കൊണ്ട് പിരിച്ചുവിട്ട ചരിത്രമുണ്ട്. ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ആ തരത്തിൽ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ഒരാളിന്, ഞാനൊരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാറ്റേൺ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം കോൺഗ്രസിന് എന്ത് സംഭാവന ചെയ്തു എന്ന് കോൺഗ്രസ് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ബീഹാർ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പറയുന്ന ന്യായീകരണങ്ങൾ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് സമാജ്വാദി പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ TMC ഉൾപ്പെടെയുള്ള പാർട്ടികളും EVM ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വോട്ട് ചോരി വിഷയത്തിലും ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ സമീപനമല്ല. മാത്രമല്ല ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ക്രൂഷ്യൽ പീരീഡിൽ അതിനു മുമ്പ് അവിടെ മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു. പാർലമെൻറ്റിൽ ഏറ്റവും സുപ്രധാനമായ നിയമനിർമ്മാണം നടക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം കേരളം ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിക്കേണ്ട എന്തുകൊണ്ട് കേരളത്തിൽ വന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിലുള്ളതല്ലാന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ശ്രീ പ്രിയങ്ക ഗാന്ധിക്ക് നേതൃത്വം കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വന്നത് പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയ തലമുറയിൽ വരുന്ന ഒരാൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കർമ്മ പദ്ധതികളോ ലീഡർഷിപ്പോ ഇല്ലാതെ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് മാത്രം, അതും എല്ലാ വിഷയങ്ങളും വസ്തുതാപരമായി ന്യായീകരിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുക. അത് EVM തുടങ്ങിയാണെങ്കിലും അഴിമതി ആരോപണമാണെങ്കിലും റാഫേലാണെങ്കിലും അല്ലെങ്കിൽ ചൗക്കിദാർ ചോറ് തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന്ന് ചാടിപ്പോകാണ്. ഇപ്പോൾ അവർ ഈ വോട്ടിംഗ് മെഷീൻ്റെ പേര് പറഞ്ഞ് നടന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പേരിലായി അടുത്ത വിഷയം. അപ്പോൾ ആ തരത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയപരമായ ആശയങ്ങളിൽ വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. മറ്റൊന്ന്, മഹാരാഷ്ട്രയിലെ മുന്നണി സഖ്യം വിജയിക്കാത്ത പോയ ഒരു ഭാഗത്ത് ഒന്ന്, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ളൊരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴും മഹാരാഷ്ട്രയിൽ ഒരു പരിധിവരെ പിടിച്ചിരുന്ന സംസ്ഥാനമാണ് ആന്ധ്രയും കേരളവും കർണാടകത്തോടൊപ്പം. അപ്പോൾ അവിടെ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2 തരത്തിൽ പരാജയപ്പെട്ടു. ഒന്ന്, കോൺഗ്രസിൻ്റെ മുന്നണി ഘടകകക്ഷികളും പരാജയപ്പെട്ടു, കോൺഗ്രസും പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി ഇപ്പോൾ ലാത്തൂർ പോലെയുള്ള മേഖലകളിൽ ചില നേട്ടങ്ങളിൽ അവർ പ്രകടനം നമുക്ക് കാഴ്ചവെച്ചു എന്ന് പറയാമെങ്കിലും പൊതുവേ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ഉള്ള യാതൊരു വിജയവും മഹാരാഷ്ട്രയിൽ അവർ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ നേതൃത്വം ആ തരത്തിൽ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പം നമ്മൾ വോട്ട് ചോരി എന്നുള്ള വിഷയത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പം മഹാരാഷ്ട്രയിൽ നിന്നാണ് ആദ്യം ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിന്നീടാണ് കർണാടകത്തിലേക്ക് വന്നത്. അപ്പം മഹാരാഷ്ട്ര പോലുള്ളൊരു സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളാണ്. അതിൻ്റെ യഥാർത്ഥ ജനപിന്തുണ അളക്കാൻ കഴിയുന്നൊരു തിരഞ്ഞെടുപ്പാണ് മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലെ തിരഞ്ഞെടുപ്പുകൾ. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിലാണ്. ഇപ്പോൾ കേരളത്തിൽ വലിയ വിജയം നേടിയ കോൺഗ്രസ് ആ തരത്തിൽ അവിടെ പറയുന്ന ന്യായീകരണങ്ങൾ മറ്റൊന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന, ഇപ്പം കേരളത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് വിജയിച്ചു, ഇതിന് പറഞ്ഞ ന്യായീകരണങ്ങൾ തന്നെയാണ് മറ്റ് സ്ഥലത്ത് അവർ പറയേണ്ടത്. കാരണം കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കി കൊടുത്തത് കേരളം കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പം കോൺഗ്രസിൻ്റെ നേട്ടത്തെക്കാൾ ഉപരി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിന് കേരളത്തിലെ വിജയം
ഉണ്ടാക്കി കൊടുത്തത്. അല്ലാതെ കോൺഗ്രസിൻ്റെ കർമ്മ പദ്ധതികളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടതല്ല. അപ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു നെഗറ്റീവ് രാഷ്ട്രീയമാണ്. അപ്പം ദേശീയ വിഷയങ്ങളിൽ അന്തർദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പം ബോംബെ പോലത്തെ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കേരളത്തിൻ്റെ തന്നെ മൂന്നിലധികം ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ആ തരത്തിലുള്ള ജനങ്ങൾ, മലയാളികൾ ഒരുപാടുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ സീരിയസ് ആയി എടുക്കേണ്ട വിഷയങ്ങളാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു വലിയ സംസ്ഥാനത്തെക്കാളും വലിയ ജനസംഖ്യയുള്ളൊരു പ്രദേശമാണ്. സാമ്പത്തികമായിട്ട് ആ തരത്തിലുള്ള അധികാരങ്ങളുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ആൾക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടായിട്ടൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിലാണ് ഈ നമ്മുടെ നവ്യ മുംബൈയിലേക്ക് അല്ലെങ്കിൽ ഈ അടൽ സേതുവിലൂടെ യാത്ര ചെയ്തത്. അപ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും കാണാത്ത തരത്തിലേക്കുള്ള ആ തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ തലത്തിൽ നമ്മുടെ രാജ്യം ഇതിനൊക്കെ കഴിയും എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നേറുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം ജനങ്ങളിത് കാണുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷനെ BJPയുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ എൻ്റെ പ്രക്രിയയും ഗ്രാസ് റൂട്ട് തലത്തിൽ ഡീസെൻട്രലൈസ് ചെയ്ത് നടക്കുന്നൊരു കാര്യമാണ്. ഒരിക്കലും കേന്ദ്രീകൃതമായോ അവർക്ക് സ്വന്തമായി സ്റ്റാഫുമില്ല. അതാത് സംസ്ഥാനങ്ങളിലെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ബൂത്ത് തലത്തിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്നത്. അല്ലാതെ സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാൻ കഴിയില്ല. അവിടെ വളരെ വിജിലൻ്റ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ന്യൂനതകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പുനർചിന്തനം നടത്തണം. തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ മെഷീനും ഭരിക്കുന്ന പാർട്ടിയുടെ വോട്ട് ചോരിക്കും അപ്പുറം ഈ രാഷ്ട്രീയ പാർട്ടി ഒരു ആത്മവിമർശനം നടത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ന്യൂനതകൾ, അതിന് ഗ്രാസ് റൂട്ട് തലത്തിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ തലത്തിൽ നടത്തുന്ന ഈ 26 എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങൾ ആസാം മുതൽ കേരളം വരെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു ന്യൂനപക്ഷ സമ്മർദ്ദ രാഷ്ട്രീയത്തിനെ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജിലാണ് കേരളത്തിൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും കടന്നു വന്നു, എന്തുകൊണ്ട് കേരളം ഓപ്റ്റ് ചെയ്തു? കാരണം കേരളം അവരെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബത്തിൻ്റെ ഇനി ഭാവിയിലുള്ള അവരുടെ ഹോം സ്റ്റേറ്റായിട്ട് കേരളം മാറുകയാണ്. അപ്പം കേരളത്തിൻ്റേതായ കേരളത്തിലെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജിനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുകയും മതത്തെയും മതം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ മുഴുവനും ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു അമിതമായ ഒരു പ്രചരണം നടത്തി മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടത്തിയുമാണ് കേരളത്തിൽ സർവേ ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിജയമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, മഹാരാഷ്ട്രയിലെ വിജയം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. അത് ഗ്രാസ് റൂട്ട് തലത്തിൽ എങ്ങനെയാണ് വികസനം ഉണ്ടാകുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ തലത്തിലുള്ള വികസനം, അതുപോലെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ നടത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഇതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ടതാണ്, എന്തുകൊണ്ട് നമ്മുടെ സ്ത്രീ പങ്കാളിത്തം തിരഞ്ഞെടുപ്പിൽ കൂടി. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ടാണ് ഈ സ്ത്രീകൾ ആ തരത്തിൽ, പഴയകാലത്ത് കേരളത്തിൽ പോലും സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ വിജയം അടിസ്ഥാനപരമായി വികസന രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്, ഐക്യത്തിൻ്റെ രാഷ്ട്രീയമായ ഐക്യം, അതായത് ഒരു മുന്നണി എന്നുള്ള തരത്തിലുള്ള കെട്ടുറപ്പിൻ്റെ വിജയമാണ്. അതിനെ ആശയപരമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ഏറ്റവും വലിയ വിജയമാണ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 27 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരാൻ കഴിഞ്ഞതെന്നുള്ളത്.